my dears. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്ന ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇലക്ട്രോ കെമിസ്ട്രിയിലെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ റിയാക്ടിവിറ്റി സീരീസും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ റിയാക്ടിവിറ്റി സീരീസ് ഓർത്തു വെക്കാനും ഉള്ള ഒരു എളുപ്പ വഴി, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ട്രിക്ക്, ഒരു ചെറിയ ട്രിക്ക് ആയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഈ റിയാക്ടിവിറ്റി സീരീസ് ഓർത്ത് വെക്കാം. നോക്കൂ, റിയാക്ടിവിറ്റി സീരീസിലുള്ള മെറ്റൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പിലുള്ള ആള് പൊട്ടാസ്യം, ഏറ്റവും താഴെയുള്ള ആള് ഗോൾഡ്. അപ്പൊ ഈ മെറ്റൽസിനെ എല്ലാവരെയും കൂടി ഓർത്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പൊ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് ഓർക്കുക? ഇത്രയും മെറ്റൽസ് കാണാതെ പഠിക്കുന്ന എളുപ്പമല്ലല്ലോ. അപ്പൊ നമുക്ക് അതൊരു കോഡ് വെച്ച് ആലോചിക്കാം. എന്താണ് കോഡ്? നോക്കൂ മക്കളെ, പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ എ കെയർലെസ് zebra. Instead, try learning how copper saves gold. എന്താണ് കോഡ്? Please stop calling me a careless zebra. Instead, try learning how copper saves gold. Okay. ഇനി ഇതിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കാം. P for potassium, S for sodium, Cal കാൽഷ്യം. അത് കാൽഷ്യം 2 പ്രാവശ്യം C വരുന്നുണ്ട്. അപ്പൊ അത് കൺഫ്യൂഷൻ പാടില്ല കേട്ടോ. നമുക്ക് Cal എന്ന് പറഞ്ഞാൽ കാൽഷ്യം. ഓക്കെ, മീ എന്ന് വെച്ചാൽ മെഗ്നീഷ്യം, A അലൂമിനിയം, C കാർബൺ, Z സിങ്ക്, I അയൺ, T ടിൻ. ഓക്കെ, കാർബൺ കണ്ടോ, CaR. അപ്പൊ കാൽഷ്യം കാർബണും തമ്മിൽ മാറി പോകരുതേ. പിന്നെ T ടിൻ, L ലെഡ്, H ഹൈഡ്രജൻ, C കോപ്പർ, S സിൽവർ, G ഗോൾഡ്. അതാണ് ആ കോഡ്. അപ്പൊ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെറ്റൽസിന്റെ പേര് ഓർക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് മനസ്സിലാവുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ടീച്ചർ പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ എഴുതിയൊക്കെ നോക്ക്. പൊട്ടാസ്യം ഏറ്റവും മുകളിൽ കിടക്കുന്ന മെറ്റലാണ്, മോസ്റ്റ് റിയാക്റ്റീവ്. ഓക്കെ, മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക. അപ്പൊ അടുത്ത ഓർക്കേണ്ട കാര്യം ഇതാണ്, മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ. അപ്പൊ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? റിഡക്ഷൻ. ഓക്കെ, ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിഡക്ഷൻ. മനസ്സിലായോ? ഓക്കെ അല്ലെ? ശരി. ഇനി ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ E0 വാല്യൂസ് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ആയിരിക്കും. അതേസമയം റിഡക്ഷൻ സംഭവിക്കുന്ന ആൾക്കാർക്ക് E0 വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? മുകളിൽ കിടക്കുന്ന ആ മെറ്റൽസ് ആണ് മോസ്റ്റ് റിയാക്റ്റീവ്. അവർക്ക് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. അവരുടെ E0 വാല്യൂസ് എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. റിഡക്ഷൻ, താഴെ കിടക്കുന്ന ആൾക്കാർക്ക് റിഡക്ഷൻ ആണ് സംഭവിക്കുക. അവർ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അവരുടെ E0 വാല്യൂസ് എങ്ങനെയാണ് മക്കളെ? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ആ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ഒന്ന് നമുക്ക് സെറ്റ് ആക്കാം. ഇവിടെ നോക്ക്, പൊട്ടാസ്യത്തിന്റെ വാല്യൂ തന്നേക്കണോ? -2.93. സോഡിയം നോക്കിയേ, -2.71. അപ്പൊ പൊട്ടാസ്യം ആണോ സോഡിയം ആണോ കൂടുതൽ ഓക്സിഡേഷൻ ടെൻഡൻസി ഉള്ളത്? ആർക്കാണ്? പൊട്ടാസ്യത്തിനാണ്. ഈ നമ്പർ നോക്കാം നിങ്ങൾ. നമ്പറിൽ വലുത് ആരാണ്? സൈൻ മൈനസും ആയിരിക്കണം. നമ്മൾ മാത്സിൽ ആലോചിക്കുന്ന പോലെ ആലോചിക്കണ്ട കേട്ടോ. മാത്സിൽ ഇപ്പൊ -1 ആണോ -2 ആണോ വലുതെന്ന് വെച്ചാൽ -1 ആണ് വലുത് നമ്മൾ പറയും അല്ലെ. അതേപോലെ ആലോചിക്കണ്ട, നമ്പർ മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് സൈൻ മൈനസ് ആവണം. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് നമ്പർ ആരാണ്? 2.93 അല്ലേ? 2.71 വലുത് 2.93 അല്ലേ? മൈനസ് സൈനും വന്നിട്ടുണ്ട്. അപ്പൊ സോഡിയം പൊട്ടാസ്യം കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടാസ്യത്തിനാണ് ഓക്സിഡേഷൻ, സോഡിയത്തിനാണ് റിഡക്ഷൻ. കാരണം പൊട്ടാസ്യത്തിന്റെ വാല്യൂ അല്ലേ ഹയർ ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി താഴോട്ട് വരുന്നവർ, അപ്പൊ ഇവരെല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞ് 0 വരുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആണ് 0 വരുന്നത്. ഹൈഡ്രജന് താഴെയുള്ള ആൾക്കാരാണ് പോസിറ്റീവ് വരുന്നത്. അപ്പൊ ഈ താഴെയുള്ള ആൾക്കാർക്ക് റിഡക്ഷൻ ടെൻഡൻസി ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റെഡ്യൂസിംഗ് പവർ ആർക്കാണ്? ഏറ്റവും കൂടുതൽ റിഡക്ഷൻ ടെൻഡൻസി ഉള്ളത് ഗോൾഡിനാണ് കേട്ടോ. ഗോൾഡിന്, അതാണ് ഗോൾഡിന്റെ വാല്യൂ നോക്കിയാൽ 1.40. ഹൈലി പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് തന്നെ ഏറ്റവും വലുത്. അപ്പൊ ഗോൾഡിനാണ് ഏറ്റവും കൂടുതൽ റിഡക്ഷൻ നടക്കുക. സിൽവറിന് നോക്കുക, അതിനേലും കുറഞ്ഞു. കോപ്പറിന് നോക്കുക, അതിലേലും കുറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ ടീച്ചറ്? ഏറ്റവും മുകളിൽ കിടക്കുന്ന മെറ്റൽസ് മോസ്റ്റ് റിയാക്റ്റീവ് ആണ്. മോസ്റ്റ് റിയാക്റ്റീവ് എന്ന് വെച്ചാൽ അവർക്ക് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ അവരുടെ E0 വാല്യൂസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി താഴെ കിടക്കുന്ന ആൾക്കാര് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അപ്പൊ അവർക്ക് റിഡക്ഷൻ ആണ് സംഭവിക്കുക. അപ്പൊ അവരുടെ E0 വാല്യൂസ് പോസിറ്റീവ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇനി ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തത് പഠിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് നടക്കുക എപ്പോഴും മുകളിലുള്ള മെറ്റൽസ്. ഒരു എക്സാമ്പിൾ പറയാം ടീച്ചർ, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നോക്ക്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. കോപ്പർ സൾഫേറ്റ് ബ്ലൂ അല്ലേ? അപ്പൊ നമുക്ക് ബ്ലൂ തന്നെ വരയ്ക്കാം. ടീച്ചർ ഇതിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് എടുത്തേക്കണേ. കോപ്പർ സൾഫേറ്റ്
കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തേക്കണം. ഓക്കെ, ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ടീച്ചർ ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഈ സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദ്യം. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ് മക്കളെ, കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ്. സിങ്ക് റോഡ് നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ മങ്ങാൻ തുടങ്ങും. ഓക്കെ, അത് ഫെയ്ഡ് ആവാൻ തുടങ്ങും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നോക്ക്, ആരാണ് ഇതിൽ മോളിൽ കിടക്കുന്ന മെറ്റൽ നോക്കാം. ആരാണ് മോളിൽ കിടക്കുന്നത്? സിങ്ക് അല്ലേ മോളിൽ കിടക്കുന്നത്. കണ്ട, സിങ്ക് ആണ് മോളിൽ കിടക്കുന്നത്, കോപ്പർ താഴെയാണ്. അപ്പൊ നമ്മളെ കോപ്പറിന്റെ സൊല്യൂഷനിൽ അതിന്റെ മേളിലുള്ള ഏതെങ്കിലും മെറ്റൽസ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ കോപ്പറിനെ ആ സൊല്യൂഷനിൽ നിന്ന് മാറ്റി കളയാൻ പറ്റും. അതായത് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഇവിടെ സിങ്ക് ഇങ്ങനെ വെക്കുമ്പോ ഇവിടെ Cu2+ കാരനാണ് ആക്ച്വലി സൊല്യൂഷന് കളർ ഉള്ളത്. മനസ്സിലാവണ്ടോ? കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+ കാരനാണ് ഈ സൊല്യൂഷന് കളർ ഉള്ളത്. അപ്പൊ നമ്മൾ സിങ്ക് റോഡ് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോ ഈ സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കും. ഓക്കെ, അങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോ ഇവിടത്തെ കോപ്പറിനെ ശ്രദ്ധിച്ചോട്ടാ, ഈ കോപ്പറിനെ മാറ്റി കളഞ്ഞിട്ട് അവിടേക്ക് ആര് വരും മക്കളെ? അവിടേക്ക് സിങ്ക് വരും. ഓക്കെ, എന്നിട്ട് കോപ്പറിനെ അയാൾ അവിടെ നിന്ന് തട്ടിക്കളയും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് സൊല്യൂഷനിൽ നിന്ന് ആ മെറ്റലിനെ നീക്കം ചെയ്തിട്ട് പകരം ഇയാൾ വന്നിരുന്നു. അപ്പൊ എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ അറിയാം? നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. നിങ്ങളടുത്ത് ഏത് മെറ്റൽസ് ആണോ ചോദിക്കണത്, ആ മെറ്റല് ആരാണ് മോളിൽ കിടക്കുന്ന ആൾക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മുകളിൽ കിടക്കുന്ന ആൾക്കാർക്ക് താഴെയുള്ള ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത്ര ആലോചിച്ചാൽ മതിയടാ, കഴിഞ്ഞ്. ഇതാണ് ചോദ്യം, ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്, ഇതാണ് ഇവിടുന്ന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ കേട്ടോ. അപ്പൊ ഇത്രയുള്ള സംഭവം. മുകളിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കിടക്കുന്ന ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്ത് കളയും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. കോഡ് ഓർമ്മയുണ്ടല്ലോ അല്ലെ? കോഡ് വെച്ചാണ് പഠിക്കേണ്ടത് ടീച്ചർ പറഞ്ഞു. കോഡ് ഓർമ്മയുണ്ടല്ലോ? സെറ്റ്. ഇനി ചോദ്യങ്ങളിലേക്ക് പോവാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് 3 metals ആർ 0.52 3 metals X, Y, Z. അപ്പൊ ഇത് എക്സിന്റെ, ഇത് വൈന്റെ, ഇത് സെഡിന്റെ 3 മെറ്റൽസിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് തന്നേക്കാണ്. ദ റെഡ്യൂസിംഗ് പവർ ഓഫ് ദീസ് മെറ്റൽസ് ആർ. ശ്രദ്ധിക്കണം, ചോദ്യം എന്താ ചോദിച്ചേ? റെഡ്യൂസിംഗ് പവർ. എന്താണ് റെഡ്യൂസിംഗ് പവർ എന്ന് വെച്ചാൽ? റെഡ്യൂസിംഗ് പവർ എന്ന് വെച്ചാൽ അയാൾക്ക് റെഡ്യൂസിംഗ് ഏജന്റ് ആവാനുള്ള കഴിവ്. ഓക്കെ, റെഡ്യൂസിംഗ് പവർ എന്ന് വെച്ചാൽ അയാൾക്ക് റെഡ്യൂസിംഗ് ഏജന്റ് ആവാനുള്ള കഴിവ്, അതായത് മറ്റൊരാളെ റിഡക്ഷൻ ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, റെഡ്യൂസിംഗ് പവർ എന്ന് വെച്ചാൽ അയാൾ റെഡ്യൂസിംഗ് ഏജന്റ് ആണെന്ന് അർത്ഥം. അപ്പൊ അയാൾ റെഡ്യൂസിംഗ് ഏജന്റ് ആണെങ്കിൽ അയാൾക്ക് എന്താണ് സംഭവിക്കുക? റെഡ്യൂസിംഗ് ഏജന്റിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. റെഡ്യൂസിംഗ് ഏജന്റിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. ഇത്രയും ഓർമ്മ ഉണ്ടാവണം. അപ്പൊ റെഡ്യൂസിംഗ് പവർ എന്ന് വെച്ചാൽ മറ്റൊരാളെ റിഡക്ഷൻ ചെയ്യാനുള്ള കഴിവാണ്. ആ കഴിവിനെയാണ്, ആ കഴിവുള്ളവരെയാണ് നമ്മൾ റെഡ്യൂസിംഗ് ഏജന്റ്സ് എന്ന് വിളിക്കുക. റെഡ്യൂസിംഗ് ഏജന്റ്സിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയ ഇനി നമ്മൾ നോക്കേണ്ടത് ആ വാല്യൂസിലേക്ക് നോക്കുക. ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്കാരുടെ വാല്യൂ എങ്ങനെയായിരിക്കും ടീച്ചർ പറഞ്ഞത്? എങ്ങനെയായിരിക്കും? ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്കാരുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ റെഡ്യൂസിംഗ് പവർ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാണ്. അപ്പൊ ഇതിൽ ആരാണ് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ളത്? ടീച്ചർ പറഞ്ഞ നമ്പർ ആണ് നോക്കണ്ടേ കേട്ടോ. ഹയസ്റ്റ് നമ്പർ ആർക്കാ വരണേ? വൈ അല്ലേ? അപ്പൊ അയാളാണ് ഏറ്റവും കൂടുതൽ റെഡ്യൂസിംഗ് പവർ ഉള്ളത്. അതായത് അയാളാണ് ഏറ്റവും നന്നായിട്ട് ഓക്സിഡേഷൻ നടക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കണേ എക്സിന്റെ വാല്യൂ വന്നേക്കണേ 0.5 ആണ്. അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഉള്ള ആൾക്കാർ റിഡക്ഷൻ ആണ്. അപ്പൊ അയാളല്ല. പിന്നെ അടുത്ത ആരാണ് നെഗറ്റീവ് വന്നേക്കണേ? സെഡ്. അപ്പൊ സെഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആര് വരുന്നേ? എക്സ്. അപ്പൊ ഇതാണ് ഓർഡർ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പൊ വാല്യൂസ് നോക്കിയിട്ട് എങ്ങനെയാണ് റെഡ്യൂസിംഗ് പവറിന്റെ അറേഞ്ച്മെന്റിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓക്സിഡൈസിങ്, ഇത് തിരിച്ചും ചോദിക്കാം, ഓക്സിഡൈസിങ് പവറും ചോദിക്കാം. അപ്പോഴായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നന്നായി വായിച്ചോ. One of your friend argues that laboratory copper sulfate is not stored in aluminum bottles. Do you agree? ആ ചോദ്യം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു അലൂമിനിയം ബോട്ടിൽ എടുത്തേക്കാണ്. അപ്പൊ ഈ ബോട്ടിൽ അലൂമിനിയം ആണ്, അതിലേക്ക് കോപ്പർ സൾഫേറ്റ് ഒഴിച്ചു വെച്ച് നിങ്ങൾക്ക് അതിനെ സൂക്ഷിക്കാൻ പറ്റില്ല എന്ന്. അലൂമിനിയം ബോട്ടിൽ കോപ്പർ സൾഫേറ്റിനെ സൂക്ഷിക്കാൻ പറ്റില്ല. ശരിയാണോ? ഒന്ന് ആലോചിക്കേ. നമുക്ക് നോക്കാം. അലൂമിനിയം ആണോ? നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. അലൂമിനിയം ആണോ കോപ്പർ ആണോ മോളിൽ കിടക്കണേന്ന് നോക്കാം. ആരാ മോളില്? കോഡ് ആലോചിക്കാം. പ്ലീസ് സ്റ്റോപ്പ് calling me a careless zebra. Instead, learn how copper saves gold.
ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് ചോദ്യം വന്നേക്കണം ആരൊക്കെ പറ്റിയിട്ടാണ് ചോദ്യം വന്നേക്കുന്നത്? ആരൊക്കെ പറ്റിയിട്ടാണ്? കോപ്പറും അലൂമിനിയം. അലൂമിനിയം എ, അലൂമിനിയം. നോക്ക, കോപ്പറിന്റെ മേലല്ലേ അലൂമിനിയം കിടക്കുന്നത്? അലൂമിനിയം കിടക്കുന്നത് കോപ്പറിന്റെ മേലല്ലേ? അപ്പൊ അലൂമിനിയത്തിന് എന്ത് സംഭവിക്കടാ? ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ അലൂമിനിയം എന്ത് ചെയ്യും? ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾക്കാര് ഈ കോപ്പറിനെ ഇവിടെ നിന്ന് തട്ടിക്കളയും. കോപ്പറിനെ ഇവിടെ തട്ടിക്കളയും, ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ അലൂമിനിയം ബോട്ടിൽ കോപ്പർ സൾഫേറ്റിനെ സൂക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായോ? മോളിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പാത്രത്തിൽ അത് സൂക്ഷിക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? വൺ ഓഫ് യുവർ ഫ്രണ്ട് ആർഗ്യൂസ് ദാറ്റ് ലബോറട്ടറി കോപ്പർ സൾഫേറ്റ് is not stored in aluminum bottle. അലുമിനിയം ബോട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല. ഡു യു എഗ്രി? യെസ്, എഗ്രി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്നത്? അലൂമിനിയം displaces copper from copper sulfate solution because in electrochemical series aluminum stands before copper. അലൂമിനിയം ആണ് കോപ്പറിന് മുന്നുള്ളത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ. അപ്പൊ E0 വാല്യൂ കോപ്പറിനല്ലേ കൂടുതല്? കോപ്പറിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. മീൻസ് കോപ്പർ റിഡക്ഷൻ നടക്കും, അലൂമിനിയം ഓക്സിഡേഷൻ നടക്കും. അതുകൊണ്ട് അലൂമിനിയത്തിന് അതിന് ഈസി ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം കേട്ടാ. ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യും തോറും നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Zinc displaces silver from AgNO3 solution. അപ്പൊ സിങ്ക് ആണ് ഈ സൊല്യൂഷൻ AgNO3 സൊല്യൂഷൻ എടുത്തേക്കാണ്. ഇതിൽ സിങ്ക് റോഡ് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യോ? ആ കോഡ് എഴുതി നോക്കാം. സിങ്ക് അല്ലേ മോളി വരുന്നേ? സംശയം ഉണ്ടാ? അതെ, സിങ്ക് കണ്ട, സിങ്ക് കഴിഞ്ഞിട്ടല്ലേ സിൽവർ, സിൽവർ കണ്ട. സിങ്കല്ലേ മോളിൽ കിടക്കണത്? സിൽവറിന്റെ മോളിൽ കിടക്കണ സിങ്ക് അല്ലേ? അപ്പൊ ശരിയല്ലേ പറയുന്നേ? സിങ്ക് ഡിസ്പ്ലേസ്. ഓക്കെ, AgNO3 നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് സിങ്കിനുണ്ട്. അപ്പൊ is it true? Yes, it is true. ഇനി അടുത്ത ചോദ്യം ചോദിച്ചേക്കണം. what happens എന്നാണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. വാട്ട് ഹാപ്പൻസ് വെൻ വി യൂസ് കോപ്പർ ഇൻസ്റ്റെഡ് ഓഫ് സിങ്ക്? നമ്മൾ കോപ്പർ യൂസ് ചെയ്താൽ, ഈ സിങ്ക് മാറ്റിയിട്ട് സിങ്കിന് പകരം ഞാൻ ഇവിടെ കോപ്പർ വെച്ചാൽ കോപ്പറിനെ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ? എന്ത് നോക്കിയാ മതിയടാ? കോപ്പർ ആണോ സിൽവർ ആണോ മോളിൽ നോക്കിയാ മതി. ആരാ മോളില്? കോപ്പർ അല്ലേ? കോപ്പറിന്റെ താഴെയല്ലേ സിൽവർ വരുന്നേ? അപ്പൊ കോപ്പർ ഉപയോഗിച്ചാലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല മക്കളെ. കോപ്പർ ഉപയോഗിച്ചാലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. കോപ്പർ ആൾസോ ഡിസ്പ്ലേസസ് സിൽവർ ഫ്രം AgNO3. ഇനി അടുത്ത ചോദ്യം, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇലക്ട്രോ കെമിക്കൽ സീരീസില് കോപ്പർ സിൽവറിന്റെ മുകളിലാണ്. അപ്പൊ ഇയാൾക്ക് ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? സിൽവറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. ഇയാൾക്ക് അപ്പൊ എന്താ സംഭവിക്കുക? ഇയാൾക്ക് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. സോ ഇയാള് Agനെ ഡിസ്പ്ലേസ് ചെയ്യും. മനസ്സിലായോ? അതാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത് നോട്ടിലോട്ട് എഴുതിയെടുത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം കേട്ടോ മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് മെറ്റൽസ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ഡിസ്പ്ലേസ് ഈച്ച് അതർ ഫ്രം ദ സൊല്യൂഷൻ. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഓർഡർ എഴുതാൻ? അതായത് ഏറ്റവും നന്നായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന ആള് ആദ്യം എഴുതാം. അപ്പൊ നോക്കി ഏതൊക്കെ മെറ്റൽസ് ആണ് തന്നേക്കണേ? അലുമിനിയം, കോപ്പർ, അയൺ, മെഗ്നീഷ്യം ആൻഡ് സിങ്ക്. ഇതൊന്നുമില്ലടാ, വീണ്ടും കോഡ് എഴുതി വെക്കാടാ. എന്താണ് കോഡ്? പ്ലീസ് സ്റ്റോപ്പ് calling me a careless zebra. Instead, try learning how copper saves പറഞ്ഞ സിൽവർ അല്ലേ? അപ്പൊ Ag gold. സിമ്പിൾ എഴുതിയാൽ മതി നിങ്ങള്. P means പൊട്ടാസ്യം. അപ്പൊ പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്താടാ? K. P means പൊട്ടാസ്യം, K. S means please stop. S means sodium. Ca means calcium. Me magnesium. A aluminium. Carbon. Zinc. Then iron, tin, lead, hydrogen. പിന്നെ കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പൊ നോക്കിയേ, ആരാണ് ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് ടെൻഡൻസി? ആരാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുക? ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾ ആരാണ് ഇതില്? മെഗ്നീഷ്യം അല്ലേ? മെഗ്നീഷ്യം. അത് കഴിഞ്ഞ് മെഗ്നീഷ്യം കഴിഞ്ഞ ആരാ വരുന്നത്? അലൂമിനിയം. അത് കഴിഞ്ഞ ആരാ വരുന്നത്? സിങ്ക്. അത് കഴിഞ്ഞിട്ട് സിങ്കിന്റെ അടിയിൽ Fe. അത് കഴിഞ്ഞിട്ട് കോപ്പർ. മനസ്സിലായ? ഇത്രയ്ക്ക് സിമ്പിൾ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങള്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കാം മക്കളെ. സൂപ്പർ ആയി പഠിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.